ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെയുള്ള പ്രതിഷേധം തുടരുകയാണ്. CITU സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും മറ്റു സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഗതാഗത മന്ത്രി തങ്ങളെ വഞ്ചിച്ചുവെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ നടത്തുന്ന സമരം തുടരുകയാണ്. CITU പ്രത്യക്ഷത്തിൽ സമരത്തിൽ നിന്നും പിന്മാറും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്. അതിനു മുന്നിൽ വിവിധ സംഘടനകളുടെ കൊടികളും മറ്റുമൊക്കെ കാണാം. ഇവിടെ ഈ കൊടികൾ ഉള്ള സ്ഥലത്ത് CITU സമരത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോഴും CITUവിന്റെ അടക്കം കൊടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഗേറ്റിന് സമീപത്തായി കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല CITUവിന്റെ നേതാക്കൾ അടക്കം ഈ സമരത്തിന്റെ ഭാഗമായി പല ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷേ പ്രത്യക്ഷമായി അവർ പ്രതികരിക്കാനോ സംസാരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കുറച്ച് ആളുകൾ മാറിയാലും തങ്ങളുടെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ച് സമരവുമായി മുന്നോട്ട് പോവുകയാണ് തൊഴിലാളി സംഘടനകൾ. ഈ സമരത്തിൽ നിന്ന് ചില ആളുകളൊക്കെ പിന്മാറി എന്ന് പറയുന്നത് നിങ്ങളൊന്നും നമുക്കറിയത്തില്ല സാർ. ഇവര് പറയുന്ന സമരത്തിൽ നിന്ന് പിന്മാറി, പക്ഷെ നമുക്കറിയത്തില്ല. നമ്മളിവിടെ സംഘടന മാത്രമായിട്ടാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ നമ്മൾ യൂണിയനോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അത് മാത്രം നമുക്കുള്ളത്. നമ്മൾ ആരും എന്തായാലും മാറിയിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നവരെ നമ്മൾ ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തും എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് മാറ്റം അവർ വരുത്തുന്ന പറയുന്ന രീതിയിലെ മാറ്റം നമുക്ക് വരുത്തുമ്പോൾ എങ്ങനെയാണോ ഇവിടെ നടന്ന ആ രീതിയിലേ പോകുള്ളൂ. അതിനപ്പുറം നമുക്ക് ഒരു മിനിറ്റ് എങ്ങനെ മാറ്റം വരുത്തും? നമ്മളോട് ആലോചിച്ചിട്ടാണ് ഗണേഷ് സാർ മാറ്റം വരുത്തിയത്. ഗണേഷ് സാർ സ്വന്തമായിട്ട് ഇപ്പം വാർത്തയിൽ അതിലും ഇതിലും ഒക്കെ പറയണത് നമ്മൾ സമ്മതിച്ചു കൊടുത്തെന്നാണ്. നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു സ്കൂളുകാർ പോലും സമ്മതിച്ച് കൈയടിച്ചിട്ടില്ല. പിന്നെ നമ്മളറിയാത്ത കാര്യം ഗണേഷ് സാർ എങ്ങനെ പറയും? സാർ പറയണ അത്രയും പച്ചക്കള്ള. നമുക്ക് 15 വർഷത്തെ വണ്ടി കയറ്റിയേ പറ്റൂ. ഗണേഷ് സാറിന്റെ വീട്ടിൽ 23 വർഷം 24 വർഷത്തെ വണ്ടിയുണ്ട്. അത് മാറ്റാവോ? മാറ്റൂല. ട്രാൻസ്പോർട്ട് മാറ്റുന്നുണ്ടോ? മാറ്റുന്നില്ല. പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്താണ് വ്യത്യാസം? ഞങ്ങൾ പാവപ്പെട്ടവരായിപ്പോയുണ്ടോ? പിന്നെ ഞങ്ങൾ മാഫിയകളാണ്, നമ്മൾ ഗുണ്ടകളാണ്, നമ്മൾ 6 മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് ഓടിപ്പിക്കുന്നു, നമ്മൾ പൈസ വാങ്ങിക്കുന്ന കൂടിപ്പോണ് എന്നൊക്കെ പറയുന്നു. പിന്നെ സാറ് തുടങ്ങാൻ പോണ്, സാറ് റേഷൻ വിലയ്ക്ക് തുടങ്ങട്ടെ. നമുക്ക് നമ്മുടെ രീതിയിൽ പോവാനേ പറ്റുള്ളൂ. സാർ പറയുന്ന കണക്കൊന്നും പറ്റൂല. ദേവി ഗണേഷ് കുമാർ ഈ പ്രശ്നം പരിഹരിക്കാതെ ഒളിച്ചോടി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ ഇവർ പറയുകയാണ്. CITU സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കുറച്ച് നേതാക്കൾ അത് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകരെല്ലാം സമരത്തിന് പിന്തുണയുമായി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഗണേഷ് കുമാർ അടക്കം ഇടപെട്ട് ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങളിൽ നിന്നും പല മാറ്റങ്ങളും വന്നിരുന്നു. പക്ഷേ ആ മാറ്റങ്ങളും അംഗീകരിക്കാനാവില്ല. പഴയ രീതിയിൽ എങ്ങനെയാണോ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നത് അത് അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായാണ് സമരം തുടരുന്നത്. നിലവിൽ എന്തായാലും ഇത് സംബന്ധിച്ച വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിനോ എന്തെങ്കിലും നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ സമരം വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത.